കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ രാധികാമ്മ ഗീതുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോ രേഖ വന്നപ്പോ രേഖയോട് പറഞ്ഞു, രാധികാമ്മയ്ക്ക് എന്നോട് എന്താ എത്ര ദേഷ്യം എനിക്ക് അറിയില്ല എന്ന് പറയണം. ഗീതുവിന് അറിയില്ലേ ഗീതു പ്രഗ്നന്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുമെന്നാണ്. ആഹാ, അത് കൊള്ളാലോ എന്ന് പറയാണ്. പിന്നീട് ഗീതു രേഖയോട് ചോദിച്ചു, രേഖച്ചിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി, വരുണേട്ടനുമായിട്ട് സെറ്റായെന്ന് ചോദിക്കാം. അതെ, വർണ്ണേട്ടൻ സ്നേഹം കാണിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സംശയങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വർണ്ണേട്ടൻ എന്നോട് ഉള്ള സ്നേഹം അത് സത്യമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഒരു പക്ഷെ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ മുന്നിൽ പ്രകടനം നടത്തുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കിനി സത്യമാണെന്നത് തോന്നാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, രേഖേച്ചി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരിയാ ഗീതു പറഞ്ഞ്. ഗീതുവിനെ കണ്ടല്ല ഞാനും പഠിക്കണത്. ഗീതു എല്ലാവരുടെ മുന്നിൽ നല്ല ഭാര്യയായിട്ട് അഭിനയിക്കല്ലേ എന്ന് പറഞ്ഞോലെ ഇപ്പൊ എന്റെ അവസ്ഥ. ഞാൻ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ എന്റെ ശരീരത്തോടെ ഞാൻ വരണേട്ടനെ സമ്മതിക്കണമെങ്കിൽ എനിക്ക് വരണേട്ടന്റെ സത്യസന്ധത ബോധ്യമാണ്. എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്കും മാറ്റാൻ കഴിയില്ല. ഇതിന് പിന്നില് എന്തോ വ്യക്തമായ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് മാത്രം വരണേട്ടൻ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് ബോധ്യമാകാതെ ഞാൻ ഒരിക്കലും സ്നേഹിക്കത്തില്ല ഗീതു എന്ന് പറയാം. ഗീത ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയണം. പിന്നീട് മുറിയിലേക്ക് കയറി പോവാ. ഈ സമയത്ത് ഗോവിന്ദ് കണ്ണാടി നോക്കിയിട്ട് നരച്ച് തന്റെ മുടിയൊക്കെ പറിക്കും. തന്റെ പ്രായം കൂട്ടാനായിട്ട് ഓരോ നരകൾ ഇങ്ങോട്ട് വന്നേക്കും. ഇത് പറിച്ചു മനുഷ്യൻ മടുക്കോളാന്ന് തോന്നേ. ഈ സമയം ഗീത അങ്ങോട്ട് വരുന്നത്. ആഹാ, കണ്ണാടി നോക്കിയിട്ട് ഭയങ്കര ഒരുക്കമൊക്കെ ആണല്ലോ. നേരത്തെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാന്ന് തോന്നല്ലോ. അങ്ങനെ നേരത്തെ കിടന്നുറങ്ങണമെന്നൊന്നും ഇല്ല. എനിക്ക് കുറച്ച് താമസിച്ച് ഉറങ്ങിയാലും കുഴപ്പമില്ല. ഗീത പറഞ്ഞ, എന്നാ എനിക്ക് നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറയാം. അതെന്താ? അതെ, നാളെ ഒരു സ്ഥലം വരെ പോവാനുണ്ടെന്ന് പറയണം. സ്ഥലം വരെ എവിടെ? അതൊക്കെ ഉണ്ട്, ഒരു 10-60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ട കാര്യം. ആഹാ, അത് കൊള്ളാലോ. അല്ല, നാളെ കണ്ണേണ്ണ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതെ, അതൊന്ന് മാറ്റിക്കണം, എന്റെ കൂടെ വരണമെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? അതിപ്പം നാളെ മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, ഒരു കാര്യം ചെയ്യാ, അത്യാവശ്യ കാര്യത്തിലാന്ന് ഞാൻ പറഞ്ഞല്ലോ. രഞ്ജുവിന്റെ കാര്യത്തിന് വേണ്ടി പോണേന്ന് പറയാം. രഞ്ജുവിന്റെ കാര്യത്തിന്? അതെന്താ? രഞ്ജുവിനെ ഒരു ഡോക്ടറെ കാണിക്കണം എന്ന് പറയാം. പ്രശസ്തനായ ഡോക്ടർ ജോൺ വടക്കേല്. അപ്പൊ അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ രഞ്ജുവിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയണം. അല്ല, ഇത് ഏത് ഡോക്ടർ? എനിക്കൊന്നും മനസ്സിലായല്ലോ. ആ ഡോക്ടർ സ്റ്റെം സെൽസ് തെറാപ്പിസ്റ്റാ. കാരണം അതിനകത്തൊക്കെ അയാള് പ്രഗത്ഭനായ ആളാ. ഒരു പക്ഷെ രഞ്ജുവിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിധി വരെ മാറ്റം കൊണ്ടുവരാനായിട്ട് ഡോക്ടർക്ക് സാധിച്ചേക്കും. വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ഡോക്ടറാ. അപ്പൊ അതുകൊണ്ട് ആ ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറയാം. ഇത് കേട്ടപ്പം ഗോവിന്ദ് ചോദിച്ചു, അല്ല നിനക്ക് എങ്ങനെ ഈ ഡോക്ടറെ കുറിച്ച് അറിയാവുന്നേ? സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഗത്ഭനായ അദ്ദേഹം. അപ്പൊ ഒരു പക്ഷെ രഞ്ജുവിനെ സ്റ്റെം സെൽസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന് കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഷൻ കിട്ടിയേക്കും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗോവിന്ദിന് സന്തോഷമായി. ഗീത പറഞ്ഞു, ഒരു പക്ഷേങ്കില് രഞ്ജുവിന് വേണ്ടപ്പെട്ട ആരുടെയായിട്ട് രക്തബന്ധമുള്ള ആരുടെയായിട്ട് സ്റ്റെം സെൽസ് എടുക്കുവാണെങ്കിൽ, അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അങ്ങനെ ഡോക്ടർ വിജയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ എന്ന് പറയണം. അപ്പൊ ഗോവിന്ദന് ഒരു പ്രതീക്ഷ ഉണ്ടേ, കൊള്ളാം, ഒരു പക്ഷെ തന്റെ സ്റ്റെം സെൽസ് മതിയെങ്കിൽ രഞ്ജുവിനെ രക്ഷിക്കാൻ തനിക്ക് പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെ ഗോവിന്ദനൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഗോവിന്ദ് പറഞ്ഞു, എന്നാ ശരി ആട്ടെ എന്ന് പറയാണ്. അല്ല ഗോവിന്ദേട്ടാ എപ്പോഴാ പോണേ? നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയണം. ഇത് കേട്ടൻ ഗോവിന്ദനൊരു ഞെട്ടണ്ടേ. ഒരുമിച്ചോ? അതിന് ഞാൻ തന്നെ പൊക്കോളാം, നീ എന്തിനാ വരുന്നേ? പിന്നെ ഞാൻ വരണ്ടേന്ന് ചോദിക്കണം. വേണ്ട ഞാൻ കൊണ്ടുപോക്കോളാന്ന് പറയണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇനി ഇപ്പൊ അങ്ങനെ എങ്ങാനും ആണെങ്കിൽ ഗോവിന്ദേട്ടൻ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് ഉണ്ട്, കുഴപ്പമില്ല, ഞാൻ ഇനിയിപ്പം വിജയലക്ഷ്മി അമ്മേനെ കൂട്ടിക്കൊണ്ട് പോയേക്കാന്ന്. വിജയലക്ഷ്മി അമ്മേനോ? എപ്പൊ നോക്കിയാലും നിനക്കൊരു വിജയലക്ഷ്മി അമ്മ. അല്ല പിന്നെ എന്താ കുഴപ്പം? രഞ്ജുവിന്റെ അമ്മയല്ലേ, രഞ്ജുവിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോയാൽ എന്താ കുഴപ്പം? ഗോവിന്ദ് പെട്ടു. ഗോവിന്ദ പ്രതീക്ഷകളൊക്കെ തകർന്നു. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം. അതെന്താ കണ്ണേട്ട അങ്ങനെ പറയണേ? അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയാൽ എന്താ കുഴപ്പമിരിക്കണേ? അതൊന്നും ശരിയാവുന്ന കാര്യമല്ല എന്ന് പറയണം. രഞ്ജുവിന്റെ കാര്യമൊന്നും അറിയാവുന്ന കാര്യമല്ലോ, പിന്നെ എന്തിനാ ഗോവിന്ദേട്ടൻ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അപ്പൊ ഗീതുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഗീതു അറിയാം താന് വിജയലക്ഷ്മിയുടെ മകനാന്നുള്ള കാര്യം. അതൊരു കാരണവശാലും അറിയാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദ് ഗീതു കൂടെ ചെല്ലില്ലെന്ന് വാശി പിടിക്കുന്നത്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ താൻ തന്നെയാണ്, കുഴപ്പമില്ല, ഒരു പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഈ സമയത്ത് ഗോവിന്ദ് ഒരു കാര്യം ചെയ്യുക, നീ ആ ഡോക്ടറുടെ നമ്പർ ഇങ്ങോട്ട് ആട്ടെ, ഞാൻ വിളിച്ച് ചോദിക്കാന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അതെ, എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ പൊക്കോളാന്ന് പറയണം. ഇത് കേട്ടപ്പോ ആ ടെൻഷനായി ഗോവിന്ദിന്. ഗോവിന്ദ് പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞങ്ങോട്ട് മാറാണ്. നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ എന്ന് പറയണം. ഈ സമയം നേരെ ഗീതു എന്ത് ചെയ്യണം, പുറത്തേക്ക് പോയിട്ട് വിജയലക്ഷ്മിനെ ഫോൺ ചെയ്യണം.
എന്താ മോളെ, എന്താ ഈ സമയത്ത് വിളിച്ചേന്ന് ചോദിക്കണം. അമ്മേ, നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോന്ന് ചോദിക്കണം. അയ്യോ, നാളെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടല്ലോ മോളെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മ, ആ പ്രോഗ്രാം മാറ്റി വെക്കണമെന്നറിയാം. അതെങ്ങനെ ശരിയാവും മോളെ? ഞാൻ നേരത്തെ മുൻപ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്ന, അത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ദേ, അമ്മയ്ക്ക് അമ്മയുടെ മോളെക്കാളും വലുതാണോ ഈ പ്രോഗ്രാം? നാളെ രഞ്ജുവിന്റെ കാര്യത്തിനായിട്ട് ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കാണാൻ വേണ്ടി പോകാനാന്ന് പറയണം. രാധിക അല്ല, വിജയലക്ഷ്മി ആകെപ്പാടെ പെട്ടു. അപ്പൊ ഇനി എന്ത് ചെയ്യും? അല്ല, അമ്മയ്ക്ക് ആ പ്രോഗ്രാം എപ്പോഴാ? അതിപ്പം ഞാൻ എന്താന്നാ പറയുന്നത്, നിനക്ക് എപ്പോഴാ ഡോക്ടറെ കാണണ്ടേ? ഒരു 4 മണിക്കുള്ളിൽ അവിടെ എത്തിയാൽ മതി, കുറച്ച് യാത്രയുണ്ടെന്ന് പറയാം. 4 മണി, ഓക്കെ. അപ്പൊ ഇവിടുന്ന് 2 മണിയാകുമ്പോ ഇറങ്ങണമെന്ന് പറയാം. ശരി, സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല. അല്ല, അമ്മ നാളെ എങ്ങനെയാ വരുന്നേ? എന്റെ കാറി വന്നോളാം. അത് വേണ്ട, ഞാനും ഗോവിന്ദേണ്ണനും കൂടെ വന്നോളാം. ഗോവിന്ദം ഉണ്ടോന്ന് ചോദിക്കാണ്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഗോവിന്ദേണ്ണൻ ഉണ്ടെന്ന് പറയാം. അല്ല, അവന് എന്റെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കോ? എന്നെ കൂടെ കൊണ്ടുവന്ന അവന് ദേഷ്യമല്ലേ നിൽക്കണം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. നിനക്കറിയാലോ മോളെ, അവന്റെ സ്വഭാവം അറിയാലോ. ആഹാ, അപ്പൊ ഇതുവരെ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലേ? നിങ്ങൾ 1 മണിക്കൂർ മാറിപ്പോയി സംസാരിക്കുന്ന കേട്ടല്ലോ. അന്നേരം നിങ്ങൾ മനസ്സോർന്ന് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ മോളെ, പക്ഷേങ്കില് ഒരു കുഴപ്പമില്ല. നാളെ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞ ചെമ്പശ്ശേരിയിലേക്ക്. അത് വേണ്ട, ഇങ്ങോട്ട് വരണ്ട. മോളൊരു കാര്യം ചെയ്യാം, ആ അവിടെ ഞാൻ സ്ഥലം പറഞ്ഞുതരാം, അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയാണ്, ഒരു സ്റ്റോപ്പില്. അപ്പൊ ആ സ്റ്റോപ്പിന്റെ പേര് കേട്ടപ്പം, ആ സ്റ്റോപ്പിന്റെ പേരെന്തോ പറഞ്ഞു, അത് ജസ്റ്റ് മറന്നുപോയി കേട്ടോ. അപ്പൊ ആ പേര് കേട്ട് കഴിഞ്ഞപ്പോ ഗീതി ചോദിച്ചു, അല്ല എന്താ ആ സ്റ്റോപ്പിന്റെ അവിടെ നിൽക്കണേ? അതെന്താ കാര്യം എന്ന് ചോദിക്കണം. അല്ല, എനിക്ക് ആ സ്റ്റോപ്പ് ഏതാന്ന് പോലും അറിയത്തില്ല എന്ന് പറയണം. അതോ, അതിപ്പോ ഏതാന്ന് ചോദിച്ചാൽ ആ സെൻട്രൽ ജയിലില്ലേ, അതിന്റെ തൊട്ടടുത്ത് ആ സ്റ്റോപ്പാന്ന്. സെൻട്രൽ ജയിലിലോ? ഇത് കേട്ടപ്പോഴത്തേനും വിജയലക്ഷ്മിയിൽ ഒരു ഞെട്ടലുണ്ടായി. അല്ല, അത് പിന്നെ ഞാന് അമ്മ എന്താ വല്ല ജയിൽ പുള്ളീനെ ഞാൻ കാണാൻ പോവാണെന്ന് ചോദിക്കണം. പെട്ടെന്ന് വിജയലക്ഷ്മിയിൽ ഒരു ഞെട്ടുണ്ടായി. ഗീത പറഞ്ഞു, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞ കേട്ടോ അമ്മേ, സീരിയസ് ആയിട്ട് എടുക്കില്ല, ഞാൻ വെറുതെ ഒരു കുറുമ്പ് പറഞ്ഞല്ലേ എന്ന് പറയണം. ശരി, അന്നെങ്കിൽ നമുക്ക് നാളെ കാണാം ഏട്ടോ എന്നും പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ഈ സമയം വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുക. വിജയലക്ഷ്മിയുടെ ഉള്ളിൽ കൂടെ പല രംഗങ്ങളും ഇങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ വിജയലക്ഷ്മി അനാർക്കലി അവള് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ മാധവൻ നായരെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ വിജയലക്ഷ്മിയുടെ ഉള്ളിൽ കൂടെ കടന്നു പോവാം. പിന്നീട് വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, അനാർക്കലി. അങ്ങനെ ഒരു പേര് വിജയലക്ഷ്മിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ്. ഈ സമയം വിജയലക്ഷ്മി ഫോൺ എടുത്തിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ വിളിക്കുവാണ്. പോലീസ് ഓഫീസറെ വിളിച്ചിട്ട്, അല്ല നാളത്തെ കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം. മാറ്റമൊന്നും ഇല്ല, കാര്യങ്ങളൊക്കെ ഓക്കെ. അത് പിന്നെ മാഡം, ഒരു 12 മണിക്ക് തന്നെ ഞാൻ അങ്ങോട്ട് എത്തും, കാര്യങ്ങളൊക്കെ ഇച്ചിരി വേഗമാക്കി തരണം, പെട്ടെന്ന് എന്നെ കാണാനായിട്ടുള്ള ഒരു പെർമിഷൻ തരണമെന്ന് പറയാം. ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല, നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയാ. അറിയാലോ, അവരിച്ചിരി പ്രശ്നക്കാരിയാ. ഒരു കണ്ണൂരാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവരെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ശരി, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി കോള് വെക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ വിജയലക്ഷ്മി നേരെ സെൻട്രൽ ജയിലിലേക്ക് പോവാണ്. സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന വഴിക്ക് ആ പുള്ളിക്കാരത്തി പറഞ്ഞു, കൂടെ ആ പോലീസ് ഓഫീസർ പറഞ്ഞു, അവരുടെ കാര്യം അറിയാലോ, അവരിച്ചിരി പ്രശ്നക്കാരിയാ, അതുകൊണ്ട് ബാക്കിയുള്ള സഹതടവരുടെ ഒപ്പം ഒന്നും ഇടാനായിട്ടും അവരെ പറ്റത്തില്ല, പിന്നെ കാണാൻ സമ്മതിക്കുമോന്ന് പോലും എനിക്ക് അറിയത്തില്ല, അവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് പറയണം. ശരി, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ പിന്നീട് കാണിക്കുന്ന അനാർക്കലിയാണ്. അനാർക്കലി ഇങ്ങനെ ജയിലിൽ കിടക്കുക. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അങ്ങോട്ട് ആ പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു, അതെ നിന്നെ കാണാൻ നിനക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, എനിക്ക് ആരെയും കാണണ്ടെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? കാണാൻ വിസിറ്റർ വരുമ്പോഴാണ് കാണാൻ പറ്റില്ലെന്ന് പറയണം. എനിക്ക് ആരെയും കാണണ്ടാന്ന് പറഞ്ഞാൽ കാണണ്ടാന്ന് അവർ ഉറപ്പിച്ചു പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അനാർക്കലി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം. കാര്യങ്ങളോ? എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും സംസാരിക്കാനില്ല. അപ്പൊ പോലീസ് ഓഫീസർ പറഞ്ഞു, ഇതാരാ വന്നിരിക്കുന്നറിയോ? വിജയലക്ഷ്മി സുബ്രഹ്മണ്യാന്ന് പറയണ പ്രശസ്ത സംഗീതജ്ഞ. വിജയലക്ഷ്മി സുബ്രഹ്മണ്യം പോലും, ഇത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അല്ല, വിജയലക്ഷ്മി മാധവൻ നായർ, അങ്ങനെ പറ, അതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, എനിക്കറിയാം നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലെന്ന്. ഞാനൊരു കുറിപ്പ് എഴുതി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നീ അതിനൊന്ന് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കുമ്പോ നീ എന്നെ കാണാനായിട്ട് അനുവദിക്കും, നീ എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പോവാ, നിനക്ക് സമയം കിട്ടുമ്പോൾ നീ കുറിപ്പ് വായിക്കണം എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഈ സമയം പോലീസ് ഓഫീസറോട്, നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ, നിനക്കൊരു വിസിറ്ററുടെ നിനക്ക് കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. എന്റെ കാര്യങ്ങളൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ലെന്ന് അവരോട് പറയാണ്. പിന്നീട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കൂടെ ഒരു പുള്ളിക്കാരത്തിയും കൂടെ ഉണ്ടായിരുന്നു കിടക്കാനായിട്ട്. അവര് പറഞ്ഞതേ അവര് പോയെന്ന് പറയാണ്.
നാണം പോയെന്നാണ്. പെട്ടെന്ന് പിന്നെ അവരങ്ങോട്ട് എഴുന്നേക്കുവാണ്. അനാർക്കലി കണ്ടോണ്ട് നല്ല ഒരു അജാനുഭാവമൊക്കെ തന്നെയാണ്. അങ്ങനെ എഴുന്നേറ്റിരിക്കുക വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. പിന്നീട് അവർ പോയിട്ട് അവിടെ ആ പായയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു ഫോട്ടോ ഇങ്ങോട്ട് എടുത്തു. ആ ഫോട്ടോയ്ക്കകത്തേക്ക് നോക്കണം. അതിനകത്ത് മാധവൻ നായരും ഉണ്ട്, പിന്നെ വിജയലക്ഷ്മി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കുവാണ്, ഇങ്ങനെ തുറപ്പിച്ച് കുറെ സമയം നോക്കുവാണ്. ഇത് കണ്ടപ്പം ആ കൂടത്തുള്ള സഹതടവാരി വന്നിട്ട് ചോദിച്ചു, അല്ല ഇവരല്ലേ ഈ സ്ത്രീയല്ലേ ഇപ്പൊ നിങ്ങളെ കാണാൻ വന്നേന്ന് ചോദിക്കും. അതെ, ഇവര് തന്നെയാ കാണാൻ വന്നേ. ഇനി ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന ചിലരൊക്കെ എന്നെ കാണാൻ വരും, ഈ ഫോട്ടോയ്ക്കകത്ത് ഇല്ലാത്തവരും ചിലരൊക്കെ വരും. അതാണ് ഇനിയിപ്പോ സംഭവിക്കാൻ പോണേന്ന് പറയാം. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല, കാര്യം എന്താ ഏതാന്നൊന്നും മനസ്സിലായില്ല ആ സഹതടവുകാരിക്ക്. പിന്നീട് അനാർക്കലി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, മാധവൻ നായരെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നേ ആ പെരുത്ത മഴയത്ത്. ആ സമയത്ത് ഗോവിന്ദന് അവന്റെ പുറകെ ഇങ്ങനെ ഓടുന്ന ആ ജീപ്പിന്റെ പുറകെ ഇങ്ങനെ ഓടുന്ന കുറെ രംഗങ്ങളൊക്കെ അവരുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്നിനും വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ ജീവിക്കുന്ന തന്നെ അതിനാ. ഇനി അധികം ദിവസങ്ങളില്ല എനിക്കിവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. ഞാൻ ഈ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് ഇറങ്ങും അധികം നാളുകൾക്കുള്ളിൽ തന്നെ. അതിനു മുമ്പ് തന്നെ എന്നെ കണ്ടവരൊക്കെ ഇങ്ങോട്ട് വന്ന് കാണും, പലരും എന്നെ ഇങ്ങോട്ട് വന്ന് കാണും, ഈ ഫോട്ടോയ്ക്കകത്തുള്ളവരും ഇല്ലാത്തവരും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് പതുക്കെ വന്നു തുടങ്ങി. ഇനി എന്റെ ഊഴമാന്ന് പറയണം. അപ്പൊ കൂടുതലുള്ള പുള്ളിക്കാരത്തിന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ, ഇതെന്താ പറയുന്ന അനാർക്കലി എന്ന് പറയണം. അതോ നിനക്ക് മനസ്സിലാവില്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ അതിനു വേണ്ടിയിട്ടാ, പ്രതികാരം ചെയ്യാനായിട്ട്. ഞാൻ എന്റെ മനസ്സിലുള്ള അഗ്നി ഇങ്ങനെ ഓരോ ദിവസവും ഊതി കത്തിച്ചുകൊണ്ടിരിക്കുക ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. ആ ഒരു നിമിഷം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇനി നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടക്കും. ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന അതിനു വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയണം. ഈ സമയത്ത് ഓഫീസർ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് പറഞ്ഞതേ, നിനക്ക് തരാൻ വേണ്ടി വിജയലക്ഷ്മി ഒരു കത്ത് തന്നിട്ടുണ്ടായിരുന്നു പറയാം. കത്തോ? എനിക്ക് അവരുടെ കത്ത് വേണ്ടാന്ന് പറയാം. ഇപ്പൊ കത്ത് വേണേ തിരുമേനി ഞാനാ, മര്യാദയ്ക്ക് ഇത് മേടിച്ച് വായിക്കണേന്ന് പറയണം. വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് വെക്കും. ഈ സമയം സഹതടവാരി വന്നിട്ട് ആ കത്തങ്ങ് മേടിക്കുവാണ്. അത് മേടിച്ച് നേരെ അനാർക്കലിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണേ. ഇന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. അനാർക്കലി അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, അത് നടുവേ 2-3 അങ്ങോട്ട് കീറുവാണ്. കീറി അങ്ങോട്ട് ഓഫീസർ മുഖത്ത് നോക്കി ഒറ്റ ഏറിയാണ്. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്ക് ആരുടെ കത്ത് വായിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കത്തിലൂടെയല്ല, ഞാൻ നേരിട്ടാ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ യുദ്ധം തുടങ്ങാൻ പോവാ. കുറച്ച് നാളുകൾക്കുള്ളിൽ എന്റെ യുദ്ധം ആരംഭിക്കുമെന്ന് പറയാ. ഇത് കേട്ട് കണ്ണും മിഴിഞ്ഞ് പോലീസ് ഓഫീസർ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇനി എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല, കാരണം അവര് വരുന്ന ഒരു സംഹാര താണ്ഡവം ആടാൻ തന്നെയാന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.